ആ സംശയം ദൂരീകരിക്കുന്നത് കൂടാതെ തന്നെ ഡെമോൺസ്ട്രേഷൻ നടത്തും അവിടെ വെച്ച്. ഇപ്പോൾ ഒരു സ്പ്രേയിങ് ലിക്വിഡ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ അതങ്ങനെ ഉദാഹരണത്തിന് ബോറോമിറ്ററും തുരുത്തും കുമ്മായും പ്രത്യേകം കലക്കി അങ്ങനെ മിക്സ് ചെയ്ത് അത് പിന്നെ ടെസ്റ്റ് നടത്തി കളിക്കുന്നതെല്ലാം അവിടെ വെച്ച് പ്രദർശിപ്പിച്ച് കാണിച്ചു കൊടുക്കും. അത് കഴിഞ്ഞപ്പോൾ എക്കാലത്ത് എങ്ങനെ ചേർത്ത് കളിക്കുകയാണെന്നുള്ളത് ഒരു സ്പ്രെയർ കൊണ്ടുവന്ന് അതിലെ മരുന്ന് കളിച്ച് കുലുക്കി കളിക്കുന്നതൊക്കെ കാണിച്ചു കൊടുക്കും. പിന്നെ അതിൽ തന്നെ അഗ്രോക്ലിനിക്കിൽ പമ്പ് സെറ്റൊക്കെ കയറി വെച്ച് വന്നാൽ നേരത്തെ മുൻപുള്ള അഗ്രോക്ലിനിക്ക് പറയും കൃഷിക്കാരൻ ഉടൻ തന്നെ മെക്കാനിക്കിനെ വരുത്തി മെക്കാനിക്കിനെ കൂടെ കൊണ്ടുപോയി അവിടെ വെച്ച് തന്നെ നന്നാക്കി കൊടുക്കുന്ന സംവിധാനവും ഈ അഗ്രോക്ലിനിക്കിലൊക്കെ നടത്താറുണ്ട്. ഇപ്പോൾ ഈ ഗവൺമെന്റ് പുതിയ ഈ പരിഗണന കൊടുക്കുന്നത് ഈ ഫ്ലോറികൾച്ചറിനാണ്. അപ്പോൾ അത് തുടക്കത്തിലാണ്. അതിനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രവർത്തനം ഇവിടെ കുറ്റിമുല്ല കൃഷിയെ ഉദ്ദേശിച്ചു പോകുന്നുണ്ട്. വളരെയധികം പ്രാധാന്യമാണോ അത് ഇവിടെ അതിനുള്ള ഇപ്പോൾ ഞങ്ങൾ തന്നെ ഈ പഞ്ചായത്തിനകത്തുള്ള ഹരിജന കുടുംബങ്ങളിൽ കുറ്റിമുല്ല കൃഷിക്കുള്ള സ്കീം കൊടുത്തു. സ്കീം എനിക്കിപ്പോൾ സാങ്ഷൻ ചെയ്തു. വികസന സമിതി കൂടി തീരുമാനമെടുത്തിട്ട് ഈ പദ്ധതി നടപ്പിലാക്കും. ഇത് കൂടാതെ പിന്നെ എന്തെങ്കിലും പ്രവർത്തനങ്ങളുണ്ടോ? ധാരാളമുണ്ട്. ഇത് കൂടാതെ തന്നെ ഈ നഴ്സറികളുണ്ട്, ഞാറ്ററികൾ കൂട്ടായ ഞാറ്ററി വിട്ട് കൃഷിക്കാരെ ചെലവ് കുറയ്ക്കാനുള്ള പരിപാടി. അതുപോലെ ടില്ലർ കൊണ്ട് കൂട്ടുന്നതിനുള്ള പരിപാടി. ഇവിടെ എല്ലാ ടില്ലർ ഇല്ലെങ്കിൽ ഞങ്ങൾ മറ്റുള്ള പഞ്ചായത്തുകളൊന്നോ അല്ലെങ്കിൽ സ്ഥലത്തൊന്നോ ടില്ലർ വരുത്തിയാണ് ഈ നെൽകൃഷിക്ക് കൂട്ടുന്നതിനുള്ള പരിപാടി ചെയ്യുന്നത്. അപ്പോൾ ചെലവ് കുറയ്ക്കുക എന്നുള്ളതാണ്. കീടനാശിനികളും വിത്തുകളും എല്ലാം കൂട്ടായിട്ട് വരുത്തി കൊടുക്കുന്നത് അല്ലെങ്കിൽ സമിതികൾക്ക് കൂട്ടായി കൊടുക്കാനുള്ള സംവിധാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെലവ് കുറയ്ക്കുന്ന പരിപാടിയാണ്. ചിലരുടെ മഹിളാ സമാജങ്ങളിൽ പച്ചക്കറി കൃഷിക്കുള്ള പ്രേരണ കൊടുക്കുന്നുണ്ട്. വിദ്യാലയങ്ങളിൽ തന്നെ കഴിഞ്ഞ സാമ്പത്തിക വർഷം 700 വിദ്യാർത്ഥികൾക്ക് പച്ചക്കറി കൊടുത്തു. ഓരോ വർഷവും 3 കുട്ടികൾക്ക് 1, 2, 3 തരം സമ്മാനങ്ങൾ തിരഞ്ഞെടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ കൊല്ലം തന്നെ ഈ കഴിഞ്ഞ കൊല്ലം 83 ഈ ജില്ലയിൽ നടന്നിട്ടുള്ള പച്ചക്കറി തോട്ട മത്സരത്തിൽ ഈ പഞ്ചായത്തിലെ കേരളം യൂട്യൂബിനാണ് 1ാം സമ്മാനം കിട്ടിയിട്ടുള്ളത്. ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം 6000 രൂപ അവിടുത്തെ ഈ പിഞ്ചു കുട്ടികൾക്ക് അവിടെ ക്ലബിന് കിട്ടുന്നുണ്ട്. അതിനൊരു അധ്യാപകനെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇതിന്റെ കൺവീനറായിട്ട്. അയാൾക്ക് അദ്ദേഹത്തിന് 500 രൂപ പ്രോത്സാഹനമായിട്ട് കൊടുക്കുന്നുണ്ട്. ഈ കൃഷിക്ക് വേണ്ട സഹായങ്ങൾ എവിടെ നിന്നാണ് കിട്ടുന്നത്? കൃഷിയാസത്തിൽ 48 സ്കീം നടപ്പിലാക്കിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രധാനമന്ത്രിയുടെ പ്രത്യേക പദ്ധതി അനുസരിച്ച് അടിസ്ഥാന സൗകര്യം നെൽപ്പാടങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി സബ്സിഡി ആയി സാമ്പത്തിക സഹായം ഗ്രൂപ്പ് ഫാമിംഗ് മേഖലയ്ക്ക് നൽകി വരുന്നു. അതിൽ 85% സബ്സിഡിയും 15% കോൺട്രിബ്യൂഷനും, അതായത് കമ്മിറ്റി അംഗങ്ങളാണ്. യുവാക്കളെ കൊണ്ട് തന്നെയാണ് ഒക്കെ ചോദിക്കുന്നത്. വിദ്യാലയങ്ങളും തന്നെ ഹൈസ്കൂൾ വിദ്യാർത്ഥികളും അതിലെല്ലാം അടുത്ത് വരുന്ന യുവതലമുറയാണ്. അവർക്ക് തന്നെ ചെറുപ്പത്തിൽ 5 വർഷം കൊണ്ട് സ്കൂളുകളിൽ ഈ പ്രോഗ്രാം വന്നു തന്നെയാണ്. അപ്പൊ ഭാവിയെ ഉദ്ദേശിച്ചാണ്, ഭാവി തലമുറയെ ഉദ്ദേശിച്ചാണ്. മാത്രമല്ല ഇപ്പോൾ തൊഴിലാളിക്ക് ചെറുപ്പക്കാർക്ക് പച്ചക്കറി കൃഷി വേണ്ടതാണ്. കൂടുതൽ പച്ചക്കറി ഉത്പാദിപ്പിക്കുമ്പോൾ അത് വിറ്റഴിക്കുന്ന വിപണി എടുക്കുന്നുണ്ടോ? ഇവിടുത്തെ സ്വന്തം ആവശ്യത്തിന് കിട്ടാൻ വരുന്ന പരിവൃത്തിയാണ്. തമിഴ്നാട്ടിൽ നിന്ന് കിടക്കുന്നുണ്ടോ നമ്മുടെ ഈ തിരുവനന്തപുരം ജില്ലയിൽ കേരളത്തിൽ. അപ്പോൾ വിപണി എന്ന് പറയുമ്പോൾ നെടുമങ്ങാട് മാർക്കറ്റൊക്കെ ഉണ്ട്. പിന്നെ അടുത്ത് തന്നെ അവർക്ക് വിൽക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പച്ചക്കറി വിറ്റ് മാർക്കറ്റ് ഉണ്ടാവും, കുഴപ്പമില്ല. ഇത്രയും വർഷത്തെ ഈ പ്രവർത്തനത്തിൽ അങ്ങ് സംതൃപ്തനാണ്? ഞാൻ കാർഷിക മേഖലയിലെ പ്രവർത്തനത്തിൽ ഞാൻ സംതൃപ്തനാണ്. കാരണം കൃഷിക്കാരുമായിട്ടുള്ള സമീപനവും അവരുടെ സന്തോഷവും വളർച്ചയും എനിക്ക് വളരെ ആനന്ദമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് കേരള ഗവൺമെന്റ് പ്രഖ്യാപിച്ച കർഷകമിത്ര അവാർഡ് എനിക്ക് ലഭിച്ചു. അത് എന്റെ അവാർഡായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. കാരണം എന്റെ കാർഷിക മേഖലയിലെ കൃഷിക്കാരുടെയും എന്റെ സഹപ്രവർത്തകരുടെയും കൂടെ അവാർഡാണ്. ഇതിനുവേണ്ടി തന്നെ പാടശേഖര കമ്മിറ്റി എത്ര ഹെക്ടറാണ് ഗ്രൂപ്പ് ഫാമിന്റെ കീഴിൽ വന്നിരിക്കുന്നത്? ഈ പഞ്ചായത്തിനകത്ത് 75 ഹെക്ടർ പാടശേഖരങ്ങളെ ഉള്ളൂ, 75 ഹെക്ടർ നിലങ്ങളെ ഉള്ളൂ. ഈ 75 ഹെക്ടറും പാടശേഖര സമിതികളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 75 ഹെക്ടറിന്റെ താഴെ ആണ് 75 ഹെക്ടറും 8 പാടശേഖര കമ്മിറ്റികളായിട്ടാണ് രൂപീകരിച്ചത്. പാടശേഖര കമ്മിറ്റി. അപ്പൊ ഈ സമിതിയുടെ ആൾക്കാർ മറ്റൊരു സാർ എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്? ഈ സമിതിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് തന്നെ ഓരോ വിളവിനും, ഉദാഹരണത്തിന് 1ാം വിള കൃഷി ഇറക്കുന്നതിനും 1-1.5 മാസത്തേക്കും അഡ്വാൻസ് ആയിട്ട് ഞങ്ങൾ പ്രോഗ്രാം സപ്പോർട്ട് ചെയ്യും. അതായത് 1.5 മാസത്തേക്കും തന്നെ ഒരു കർഷകരുടെ പൊന്നിയും വിളിച്ചുകൂട്ടി അടുത്ത കൃഷിക്ക് വേണ്ടിയുള്ള ഏതെങ്കിലും വിത്താണ്, ആ വിത്ത് എവിടെ നിന്ന് ശേഖരിക്കാം, എന്നിട്ട് ആ വിത്ത് എന്ന് കൃഷി ഇറക്കാം, അതായത് ഞാറ്ററി എന്ന് പാകാം, എന്ന് പറിച്ചു നടാം, അടിവളം എന്ത് കൊടുക്കാം എന്നുള്ളതെല്ലാം ആദ്യം തീരുമാനിക്കും. രണ്ടാമത് ഉപയോഗം കൂടിയിട്ട് കളയെടുക്കുന്നതിനും മേവളം കൊടുക്കുന്നതിനുള്ള ഒരു പ്രോഗ്രാം തീരുമാനിക്കും. 3ാമത് ഉപയോഗം കൂടിയിട്ട് 2ാം കളയെടുക്കുന്നതിനും 2ാമത് വളം ചെയ്യുന്നതിനുള്ള ശ്രമിക്കും. ഇതിനിടയ്ക്ക് കമ്മിറ്റികൾ കൂടിയിട്ട്
കീടങ്ങളും രോഗങ്ങളുടെയും ശല്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ കമ്മിറ്റിയിൽ വിളിച്ചു വിട്ടിട്ട് അതിനുള്ള നിർദ്ദേശങ്ങളും ഞാനും എൻ്റെ സഹപ്രവർത്തകരും കൊടുക്കാറുണ്ട്. ഇതേപോലെ വിത്തുൽപാദന പരിപാടികളുണ്ട് ഞങ്ങൾക്കൂടെ. തീർച്ചയായും വിത്തുൽപാദന പദ്ധതി പ്രകാരം ഞങ്ങൾ പാടശേഖരങ്ങളിലെ നല്ല കൃഷിക്കാരെ എന്നുവെച്ചാൽ കൂടുതൽ നിലം കൃഷിയുള്ള ആൾക്കാരെ തെരഞ്ഞെടുത്ത് സർക്കാരിനെ രജിസ്റ്റർ ചെയ്യിപ്പിച്ച് അതായത് ഏതൊക്കെയുള്ള വിത്ത് അവർക്കുള്ള കൃഷി ചെയ്യിച്ച് അടുത്ത കൃഷിക്ക് അവർക്ക് കൊടുക്കും. മാത്രമല്ല കഴിഞ്ഞ 1.5 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുന്ന് 3,000-4,000 കിലോ വിത്ത് മറ്റുള്ള പഞ്ചായത്തുകളിലേക്ക് വിൽക്കാൻ സാധിച്ചു. പൂവച്ചൽ, കാട്ടാക്കട, ഉടമലക്കൽ പഞ്ചായത്തുകളിലേക്ക് പവിഴം, ഭാരതി തുടങ്ങിയ വിത്തുകളിൽ മറ്റു പഞ്ചായത്തുകളിലേക്ക് കൊടുക്കാനും ഇവിടുത്തെ കൃഷിക്കാരെ കൊണ്ട് കൊടുപ്പിക്കാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ശാസ്ത്രീയമായിട്ടുള്ള കൃഷി രീതിയെ പറ്റി കൂടുതൽ അവർക്ക് ബോധം കൊടുക്കാൻ കഴിയും. പ്രധാനമായിട്ട് ബോധവൽക്കരണമാണ് ഞാനും എന്റെ സഹപ്രവർത്തനം നടത്തുന്നത്. ബോധവൽക്കരണം കൊണ്ടാണ് ഈ മാറ്റം വരുത്താൻ കൂടുതൽ സാധിച്ചു എന്നാണ് കഴിഞ്ഞത്. ബോധവൽക്കരണം തന്നെയാണ്. ഞാൻ പറഞ്ഞുള്ളത് വാഴ കിട്ടിയിട്ടുണ്ട്. ചില വാഴകളെല്ലാം ഇതുപോലെ ചില പ്രകൃതിയാണ് ഇത് കൂട്ടായ്മ പൊതുവായി അടിക്കാറുള്ള കൃഷിക്ക് വേണ്ടി സർക്കാരും ധാരാളം ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇതിന് വിത്തിന് സബ്സിഡി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കീടനാശിനികളുടെ സബ്സിഡി കൊടുക്കുന്നുണ്ട്. അതിൽ കഴിക്കും 4 കഴിക്കുന്ന സബ്സിഡി കൊടുക്കുന്നുണ്ട്. മരുന്ന് കഴിക്കാനുള്ള ഉപകരണങ്ങൾ സബ്സിഡി കൊടുക്കുന്നുണ്ട്. ചില്ലർ സബ്സിഡി കൊടുക്കുന്നുണ്ട്. കൊടുക്കുന്നില്ല. അതിൽ തന്നെ രാസവളം വാങ്ങുന്നതിന് സബ്സിഡി കൊടുക്കുന്നുണ്ട്. രജിസ്റ്റർ വിത്തുൽപാദന പദ്ധതി പ്രകാരം വിത്ത് ഉണക്കി സൂക്ഷിച്ചിരിക്കുന്ന കൃഷിക്കാരന് സബ്സിഡി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ധാരാളം സബ്സിഡികൾ കൃഷിക്കാരന് കൊടുക്കുന്നതിന് ഈ കൃഷിഭവൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. സർക്കാരിനുള്ള എല്ലാ ആനുകൂല്യങ്ങളും പരമാവധി അവർക്ക് എത്തിക്കുന്നു. തീർച്ചയായിട്ടും. പിന്നെ അടുത്ത ഈ നെൽകൃഷി നമ്മൾ പറഞ്ഞു. അടുത്ത് കേര കൃഷിക്ക് എന്തൊക്കെയാണ്? കേര കൃഷിക്ക് 500 ഹെക്ടർ തെങ്ങ് ഈ പഞ്ചായത്തിനകത്തുണ്ട്. 9 വാർഡിനെ 6 സമിതിയായിട്ടാണ് രൂപീകരിച്ചിട്ടുള്ളത്. സംരക്ഷണ സമിതികൾ. ഈ സംരക്ഷണ സമിതിയുടെ രജിസ്റ്റർ കഴിഞ്ഞു. അതിന്റെ പ്രവർത്തനം കൊണ്ട് വർഷം തോറും ഇവർക്ക് അതിന്റെ അതാത് സമിതികളുടെ അംഗങ്ങളെ വിളിച്ചു കൂട്ടി പരിശീലനം കൊടുക്കും. ഓരോ വർഷവും പരിശീലനം കൊടുക്കും. അവർക്ക് പകുതി വിലയ്ക്ക് മരുന്ന് കഴിക്കുമ്പോൾ സ്പ്രെയർ കൊടുക്കുന്നു. കീടനാശിനികൾ, എരിവിഷം, അതുപോലെ തിരിച്ച് കുമ്മായൊക്കെ പകുതി വിലയ്ക്ക് കൊടുക്കുന്നുണ്ട്. ലിഗ്നീഷ്യസ് സൾഫേറ്റ് എന്നൊരു മഞ്ഞളിപ്പ് മാറാനുള്ള മരുന്ന് പകുതി വിലയ്ക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സമിതിക്ക് തന്നെ സ്പ്രെയറും മറ്റുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉപകരണങ്ങൾ വാങ്ങാൻ 1,500 രൂപയുടെ സഹായം ഓരോ സമിതിക്കും കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഓഫീസ് റെക്കോർഡ്സ് വാങ്ങുന്നതിനുള്ള സബ്സിഡികളും ഈ സമിതിക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ പരിശീലനം നൽകുന്നുണ്ട്. അതിന് പുറമെ തന്നെ ഇപ്പോൾ തന്നെ ഈ പഞ്ചായത്തിനകത്ത് 500 കൃഷിക്കാർക്ക് തെങ്ങിന് വളം സൗജന്യമായിട്ട് 10 തെങ്ങിനുള്ള വളം സൗജന്യമായിട്ട് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എത്ര കിലോഗ്രാം? 24 കിലോ വീതം ഒരു കൃഷിക്കാരന്. അങ്ങനെ 500 കൃഷിക്കാരന്, 500 തെങ്ങ് കൃഷിക്കാരന് കേര സംരക്ഷണ സമിതി അംഗങ്ങൾക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് സമിതിയുടെ ശുപാർശയും നിർദ്ദേശവും അനുസരിച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഒരു സമിതിയിൽ എത്ര അംഗങ്ങളാണ് ഉൾക്കൊള്ളുന്നത്? കുറഞ്ഞത് 50 ഒരു സമിതിയുടെ അംഗം. ഇവിടെ തന്നെ 150-200 അംഗങ്ങളുള്ള സമിതികൾ എന്റെ ഈ പഞ്ചായത്തിനകത്തുണ്ട്. അപ്പൊ അതിൽ തന്നെ ഈ കർഷകരാണോ സർക്കാർ ഉദ്യോഗമുള്ളവരുണ്ടോ? ഈ പൊതുവിൽ തിരുവനന്തപുരം ജില്ലയിലെ കേരളത്തിൽ നോക്കിയത് കർഷക വെറും കാർഷികവർത്തി കഴിഞ്ഞത് വളരെ കുറച്ച് കാണുള്ളൂ. കൃഷിയും വിദ്യാഭ്യാസവും ഉദ്യോഗവും കൃഷിയും ബിസിനസ്സും ആയിട്ടുള്ള കൃഷിക്കാരാണ് അവൈലബിളുള്ളത്. ഒരുതരം വണ്ട് അതിനെ കുത്തിത്തുറന്ന് കാറിന് ചൂറ്റി ചാറ് കുടിക്കുന്നു. ആ വണ്ടിന്റെ പേര് കൊമ്പൻ ചെല്ലി എന്നാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കൊമ്പൻ ചെല്ലി. ഇതാണ് ആ കൊമ്പ്. ഇതാണ് കറുത്ത നിറമുള്ള ഈ വണ്ടാണ്. ഇതിന്റെ ശല്യം കൊണ്ടാണ് ഈ നായ് പോലകൾ മുറിഞ്ഞും രക്തം വരുന്നത് കുറ്റിയായിട്ട് കാണുന്നത്. തെങ്ങിന്റെ എല്ലാ ദിശയിലും ബാധിക്കുന്നതാണ് കൊമ്പൻ ചെല്ലിയുടെ ഉപദ്രവം. കേര സംരക്ഷണ സമിതിയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? കേര സംരക്ഷണ സമിതിയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഗവൺമെന്റ് തലത്തിൽ അതായത് പഞ്ചായത്തുകളുടെ അടിസ്ഥാനത്തിൽ വൈദ്യശാലയെന്ന് പറയാം. എന്നതിന് അവിടെ നടക്കുന്നതല്ല ഈ ബോധവൽക്കരണവും തന്നെ പാടശേഖര സമിതി. എത്ര ഹെക്ടറാണ് ഈ ഗ്രൂപ്പ് ഫാമിന്റെ കീഴിൽ വന്നിരിക്കുന്നത്? ഈ പഞ്ചായത്തിനകത്ത് 75 ഹെക്ടർ പാടശേഖരങ്ങളെ ഉള്ളൂ. 75 ഹെക്ടർ നിലങ്ങളെ ഉള്ളൂ. ഈ 75 ഹെക്ടറും പാടശേഖര സമിതികളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 75 ഹെക്ടർ ഇതിന്റെ താഴെ ആണ്. 75 ഹെക്ടറും 8 പാടശേഖര സമിതികളായിട്ടാണ് രൂപീകരിച്ചത്. പാടശേഖര സമിതി. അപ്പൊ ഈ സമിതിയുടെ ആൾക്കാർ